നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ യോഗങ്ങൾ ത്രിഗ്രഹ യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ കേന്ദ്ര ഗ്രഹങ്ങളായി വരുന്നത് ചന്ദ്രനും ബുധനും ശനിയും കൂടെയാണ്. ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലം എന്താണെന്ന് കല്യാണവർമാവ് സാരാവലിയിൽ പ്രത്യേകം വിശദീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. അസ്വാതന്ത്ര്യോ വികലപ്രാജ്ഞോ വാഗ്മീ സുഭൂജിത ക്ഷിതിപശ്ച ഭവതി നര സംയോഗേ സൗരേന്ദു ശശാങ്കപുത്രാണ്. ഇവിടെ ഇന്ദു, സൗരൻ എന്ന് വെച്ചാൽ ശനി, സൂര്യപുത്രൻ ശനി, ഇന്ദു ചന്ദ്രൻ, ശശാങ്കപുത്രൻ എന്നാൽ ചന്ദ്രപുത്രൻ, സോമൻ്റെ പുത്രൻ സൗമ്യൻ ബുധൻ. അതിനാൽ ചന്ദ്രൻ, ബുധൻ, ശനി ഈ ത്രിഗ്രഹങ്ങളുടെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ആരായിരിക്കും? അദ്ദേഹം അസ്വാതന്ത്ര്യനാണ്. സ്വാതന്ത്ര്യം വളരെ കുറഞ്ഞ ആളായിരിക്കും. സ്വതന്ത്രരഹിതനായിരിക്കും അദ്ദേഹം എന്നർത്ഥം. പിന്നീട് അദ്ദേഹം ആരായിരിക്കും? വികലനാകുന്നു. ശരീരത്തിന് അംഗവൈകല്യമുള്ള വ്യക്തിയാകുന്നു. പിന്നെ പ്രജ്ഞാസ്യ അസ്ഥീതി പ്രാജ്ഞ, അദ്ദേഹം പണ്ഡിതനാകുന്നു, പാണ്ഡിത്യമുള്ള അറിവുള്ള വ്യക്തിയാകുന്നു. പിന്നീട് അദ്ദേഹം വാഗ്മിയാകുന്നു. സുപൂജിത, പണ്ഡിതന്മാർ പൂജിക്കപ്പെടുന്നു. സുഷ്ടുപൂജിത സുപൂജിത, അതിനാൽ അദ്ദേഹത്തിൻ്റെ അറിവിനാൽ അദ്ദേഹം വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു എന്നർത്ഥം. ക്ഷിതിപഹ ച ഭവതി, ക്ഷിതിം പാതി ഇത് ക്ഷിതിപഹ, അദ്ദേഹം രാജാവാകുന്നു. കഴിവിനാൽ അംഗീകരിക്കപ്പെട്ട് രാജാവോ രാജതുല്യനോ ആയ പദവിയിൽ അദ്ദേഹം എത്തിച്ചേരുന്നു എന്ന് സാരം. ഇപ്രകാരമുള്ള യോഗമാണ് ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലമായി വരുന്നത്. നല്ലൊരു യോഗമാണിത്. ശാരീരിക വൈകല്യവും പലപ്പോഴും സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വ്യക്തിയുമായിരിക്കും. പലപ്പോഴും ബന്ധനയോഗങ്ങൾ, മറ്റൊരുടെ കാര്യത്തിന് വേണ്ടി തൻ്റെ കാര്യങ്ങൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടാതെ അന്യർക്ക് വേണ്ടി തൻ്റെ കർത്തവ്യത്തിൽ നിരതനാകുന്ന വ്യക്തിയുമാകുന്നു എന്ന് സാരം. നമസ്തേ.